കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. പ്രഗ്നൻസി പോസിറ്റീവ് ആവുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള 5 ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഈ പറയുന്ന യാതൊരു തരത്തിലുള്ള ലക്ഷണവും ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ഒരാവശ്യമില്ല. കാരണം ഓരോ സ്ത്രീകളുടെയും ശരീരപ്രകൃതി ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ ഓരോ സ്ത്രീകളുടെയും ഫസ്റ്റ് പ്രഗ്നൻസിയും സെക്കൻഡ് പ്രഗ്നൻസിയും തേർഡ് പ്രഗ്നൻസിയും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ലക്ഷണങ്ങൾ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ അമിതമായിട്ട് ടെൻഷൻ ആകേണ്ട ആവശ്യമില്ല. എക്സ്പെക്റ്റഡ് പീരീഡ് ഡേറ്റിൽ ബ്ലീഡിംഗ് വരുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ബ്ലീഡിംഗ് വരുന്നുണ്ടെങ്കിലും അതിൻ്റെ അളവ് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് എപ്പോഴും പോകുന്നതിനേക്കാളും വളരെ കുറച്ചാണ് ബ്ലഡ് പോകുന്നതെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ബ്ലീഡിംഗ് നിന്നതിന് ശേഷം ഒരു 5 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് വേണം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾ BHCG അതായത് ബീറ്റാ HCG ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് റിസൾട്ട് അറിയാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ ഓരോരുത്തർക്കും ഓരോ ലക്ഷണങ്ങളാണെന്ന് പറഞ്ഞിട്ടും പിന്നെ എന്തിനാണ് ചേച്ചി ഇങ്ങനെ പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് പേർക്ക് പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഉണ്ട്, ഒരുപാട് പേർക്ക് PCOD ഉണ്ട്, മറ്റുള്ള ഹോർമോണൽ ഇംബാലൻസസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതേപോലത്തെ തന്നെ ലക്ഷണങ്ങളായിരിക്കും പ്രഗ്നൻസിക്കും അതുപോലെ ഹോർമോണൽ ഇംബാലൻസസ് ഉള്ളവർക്കും ഒക്കെ ഫീൽ ചെയ്യുന്നത്. ഓൾറെഡി ഹോർമോണൽ ഇംബാലൻസസ് ഉള്ള ആളുകൾ ചിലപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ മാസവും നഷ്ടമായി പോയി അല്ലെങ്കിൽ ഈ മാസവും പീരീഡ്സ് വരുമെന്ന് വിചാരിച്ചിട്ട് പീരീഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് കൂട്ടാറുണ്ട്. ചില ആളുകൾ ഓൾറെഡി ഡോക്ടർ കൊടുത്ത മെഡിസിൻസ് ആ എക്സ്പെക്റ്റഡ് ഡേറ്റിൽ തന്നെ പീരീഡ്സ് വരുമെന്ന് വിചാരിച്ചിട്ടോ ചിലപ്പോൾ 1-2 ദിവസം ഒന്ന് മിസ് ആവുമ്പോഴേക്കും ആ മെഡിസിൻ എടുത്ത് കഴിക്കുന്നവരുണ്ട്. അതെല്ലാം ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത്. നമ്മുടെ ശരീരമാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്. ശരീരത്തിലുള്ള ഏത് മാറ്റം നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്താലും എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ കേൾക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുക. ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ബോഡി നന്നായിട്ട് കെയർ ചെയ്യുക. അതുപോലെ തന്നെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് തന്നെ പറയാം, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ കേട്ടതിന് ശേഷം എനിക്ക് ഈ ലക്ഷണം ഇല്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുക. കാരണം ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്നത് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ടുള്ള ചാൻസസ് വളരെയധികം കൂട്ടോട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മുടെ ലോവർ അബ്ഡമൻ പോർഷനിൽ ഒരു കല്ലപ്പ് ഫീൽ ചെയ്യുക. നമ്മുടെ ലോവർ അബ്ഡമൻ പോർഷൻ എന്ന് പറയുമ്പോഴേക്കും പൊക്കിളിന് താഴെയുള്ള ഭാഗത്ത് ഒന്നുകിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിന്റെ ഏറ്റവും അറ്റത്ത്, അതായത് അരക്കെട്ടിന് തൊട്ടു മുകളിലുള്ള പോർഷൻ, അല്ലെങ്കിൽ ഇനി ഇംപ്ലാന്റേഷൻ വന്നിട്ടുള്ളത് അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ആ ഒരു പോർഷൻ അവിടെയായിരിക്കും. അതായത് ലെഫ്റ്റ് സൈഡിന്റെയും റൈറ്റ് സൈഡിന്റെയും അരക്കെട്ടിന് തൊട്ടു മുകളിലായിട്ടുള്ള പോർഷനിലായിരിക്കും നിങ്ങൾക്ക് കല്ലപ്പ് ഫീൽ ചെയ്യുന്നത്. കല്ലപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ വയറ് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് പ്രസ് ആയി പോകും. പക്ഷേ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് അങ്ങനെ ആയിരിക്കില്ല. ഒരു പ്രസ് ചെയ്യുമ്പോൾ അവിടെ എന്തോ ഇരിക്കുന്നുണ്ടല്ലോ, അല്ലെ നമുക്ക് ആ ഒരു ഫീൽ ഒരിക്കലും ചെയ്യാനായിട്ട് സാധിക്കില്ല കേട്ടോ. കുഞ്ഞിനെ ഒരിക്കലും പ്രസ് ചെയ്ത് നമുക്ക് അവിടെ ഉണ്ടെന്ന് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ അവിടെ എന്ന് പറയുന്നത് ഇംപ്ലാന്റേഷൻ നടക്കുന്നത് കൊണ്ട് മസിൽസ് അങ്ങോട്ട് സ്ട്രെച്ച് ആവാനായിട്ട് തുടങ്ങും. ഒരു സ്ട്രെച്ചിങ് എഫക്റ്റ് നമുക്കവിടെ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് പലർക്കും ആ ഒരു ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അരക്കെട്ടിന് തൊട്ട് മുകളിലോട്ടുള്ള പോർഷനിൽ പ്രസ് ചെയ്തൊന്ന് അമർത്തി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡിഫിക്കൽട്ടി ഉള്ളിലോട്ട് അങ്ങോട്ട് പോകാത്തതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ. എന്ന് വിചാരിച്ചിട്ട് പിന്നെയും നിങ്ങൾ പ്രസ് ചെയ്തിരിക്കേണ്ട. ചില ആളുകൾക്ക് അത് വളരെ എളുപ്പത്തിൽ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും, ചില ആളുകൾക്ക് അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ടും സാധിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിങ്സ്, അതായത് വയറിന് എന്തെങ്കിലും അസ്വസ്ഥത നിങ്ങൾക്ക് വരുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു മാറ്റം വരുന്നുണ്ടെങ്കിൽ ശരീരം ശ്രദ്ധിക്കുക. ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാകും, പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞു പോകുമോ എന്നുള്ളത്. നമ്മൾ ഈ വയറിന്റെ പുറമേ കിടന്ന് എന്ത് കുസൃതി കാണിച്ചാലും എന്തൊക്കെ നമ്മൾ കാണിച്ചു കഴിഞ്ഞാലും ആ ഒരു പ്രഗ്നൻസി നമുക്ക് നഷ്ടാവില്ല. ഹെൽത്തി പ്രഗ്നൻസി ആണെങ്കിൽ അത് ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എപ്പോഴും ചെയ്യാനല്ല ഉദ്ദേശിച്ചത്. ഒരു അസ്വസ്ഥത നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ചെയ്ത് നോക്കാനായിട്ടോ പറഞ്ഞേ. രണ്ടാമതായിട്ട് നമുക്കുണ്ടാവുന്നത് മോർ ഡിസ്ചാർജ് ആണ്. പ്രഗ്നന്റ് ആയിട്ടുള്ള പല സ്ത്രീകൾക്കും വജൈനൽ ഡിസ്ചാർജ് കൂടുതലായിട്ട് കാണുന്നത് നമ്മൾക്ക് ഈസ്ട്രജൻ ഹോർമോൺ കൂടുന്നു, പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുന്നു, സെർവിക്സിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ ഒരുപാട് വർദ്ധിക്കുന്നു. ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് അവിടേക്കുള്ള ഡിസ്ചാർജും ഭയങ്കരമായിട്ട് പ്രൊഡ്യൂസ് ആകാറുണ്ട്. നോർമലി ഒരു വജൈനൽ ഡിസ്ചാർജ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് വജൈനയെ ഒന്ന് ക്ലീൻ ചെയ്ത് ഹെൽത്തി ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ക്ലീനിങ് പ്രോസസ്സ് അവിടെ നടക്കുമ്പോഴേക്കും അൺവാണ്ടഡ് ആയിട്ട് എന്തെങ്കിലും ബാക്ടീരിയാസ് ശരീരത്തിനകത്തേക്ക് കടക്കുന്നതിനെ ഒന്ന് തടയാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഡിസ്ചാർജും
അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സർവീക്സും വജൈനയും ഒക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസ്ചാർജുകൾ പല ആളുകൾക്കും പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോൾ കൂടി വരാറുണ്ട്. ഓൾറെഡി പ്രൊജസ്ട്രോൺ സപ്ലിമെന്റ്സ് എടുക്കുന്ന ഒരുപാട് പേർക്ക് ഡിസ്ചാർജ് കുറച്ച് കട്ടിയായിട്ടും അതുപോലെ കുറച്ച് ലൂസായിട്ടും ഒക്കെ പോകാറുണ്ട്. ഓൾറെഡി പ്രൊജസ്ട്രോൺ മെഡിസിൻസ് എടുക്കുന്നവർക്ക് ഈ ഒരു ലക്ഷണം കണ്ടിട്ട് അത് പ്രഗ്നൻസിയുടേതാണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊജസ്ട്രോണും ഈസ്ട്രോജനും ഒക്കെ കൂടുമ്പോഴാണ് നമുക്ക് ഡിസ്ചാർജ് ഉണ്ടാവുന്നത്. എന്നാൽ പ്രൊജസ്ട്രോണിന്റെ സപ്ലിമെന്റ്സ് ഒന്നും എടുക്കാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഡിസ്ചാർജ് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസിയുടേതാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഒപ്പം നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ ഡിസ്ചാർജിനൊപ്പം മറ്റുള്ള അസ്വസ്ഥതകളൊന്നും നിങ്ങൾക്ക് ഇല്ല എന്നുള്ള കാര്യവും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അസ്വസ്ഥതകൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ചില ആളുകൾക്ക് ചൊറിച്ചിലുണ്ടാകും, ചില ആളുകൾക്ക് ഒരു പുകച്ചിലുണ്ടാകും, ചില ആളുകൾക്ക് ബാക്കിയുള്ള അതിന് ചുറ്റുമുള്ള പോർഷൻസിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, ചില ആളുകൾക്ക് ഫൗൾ സ്മെൽ അതായത് ചീത്ത മണം ആ ഡിസ്ചാർജിലുണ്ടാകും. അങ്ങനെ ഒന്നുള്ള ഡിസ്ചാർജ് അല്ല നിങ്ങൾക്ക് വന്നതെങ്കിൽ അത് പ്രഗ്നൻസി പോസിറ്റീവ് ആകാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ടാക്കും കേട്ടോ. ചില ആളുകൾക്ക് ഡിസ്ചാർജ് കൂടുതൽ ഉണ്ടെങ്കിൽ ചില ആൾക്ക് ഡ്രൈനസ് ആയിരിക്കും. അപ്പോൾ ഡ്രൈനസ് ഉള്ളവർ ടെൻഷൻ ആവണ്ട, എനിക്ക് പ്രഗ്നൻസി ആകില്ല എന്ന് വിചാരിച്ച് ടെൻഷൻ ആവണ്ട. വജൈനൽ ഡ്രൈനസ് കണ്ടതിന് ശേഷം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവ് റിസൾട്ട് കിട്ടിയ ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പൊ അതാണ് രണ്ടാമത്തെ ലക്ഷണം. മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ചില ആളുകൾ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. കോണ്ടാക്ട് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ചെയ്യരുത് എന്ന് ഒരുപാട് പേരോട് പറയുന്ന കാര്യമാണ്. പക്ഷെ ചില ആളുകൾ മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കാനൊക്കെ അധികം പ്രഷറൊന്നും കൊടുക്കാതെ വൈഫിനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാതെ അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരുപാട് വില്ലിങ് ആയതിനു ശേഷം കോണ്ടാക്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ അവരുടെ ശരീരത്തിനകത്തുനിന്ന് ചിലപ്പോൾ ഇജാക്കുലേഷൻ സംഭവിച്ച് ഇജാക്കുലേഷൻ നടക്കുന്നത് ചിലപ്പോൾ അകത്തായിരിക്കും. അകത്ത് ഇജാക്കുലേഷൻ സംഭവിച്ചിട്ട് ചില ആളുകൾക്ക് ഡിസ്ചാർജ് കുറേ അധികം പുറത്തേക്ക് പോരാറുണ്ട്. ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ ആ ഒരു സർവിക്സിന്റെ പോർഷൻ ക്ലോസ്ഡ് ആയിരിക്കും. കാരണം പിന്നീട് അങ്ങോട്ടേക്ക് നിങ്ങൾ എത്ര ഇജാക്കുലേഷൻ സംഭവിച്ച് അകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാലും അതൊന്നും അകത്തേക്ക് പ്രവേശിക്കില്ല. കാരണം ഓൾറെഡി അവിടെ ഒരു സാധനം എത്തിയിട്ടുണ്ട്, അവിടെ പ്രഗ്നൻസിയുടെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പിന്നീട് അങ്ങോട്ടേക്ക് ഒരു സെമൻ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല. സർവിക്സ് അവിടെ ക്ലോസ്ഡ് ആയിരിക്കും. അതിന്റെ ഭാഗമായിട്ട് കുറെ അധികം ഡിസ്ചാർജ് ശരീരത്തിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പിറ്റേ ദിവസവും ഒരു ഉച്ച വരെ അല്ലെങ്കിൽ രാത്രി വരെയൊക്കെ ഡിസ്ചാർജ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ചില ആളുകൾക്ക് ഡിസ്ചാർജ് അവിടെ വെച്ച് തന്നെ സെമൻ അവിടെ വെച്ച് തന്നെ നശിച്ചും പോകാറുണ്ട് കേട്ടോ. അപ്പോൾ കോണ്ടാക്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുന്നവർക്ക് ഈ ഒരു ലക്ഷണം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി അതിന് വേണ്ടിയിട്ട് ലക്ഷണം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ തുടർച്ചയായിട്ട് കോണ്ടാക്ട് ചെയ്യരുത് കേട്ടോ. കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഒരുപാട് പ്രഷർ കൊടുക്കാതെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നാലാമത്തെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് ബട്ടോക്സിൽ അനുഭവപ്പെടുന്ന പെയിൻ ആണ്. നമുക്ക് ഒരുപാട് നേരം ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ. നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ലോവർ അബ്ഡമൻ പോർഷനിലോട്ട് പ്രഷർ വരുന്നതും അതുപോലെ തന്നെ നമുക്ക് റിലാക്സിൻ എന്ന് പറയുന്നൊരു ഹോർമോൺ അവിടെ പ്രൊഡ്യൂസ് ആവുന്നതും കൊണ്ട് പല ആളുകൾക്കും ജോയിൻസിലും അതുപോലെ ഇങ്ങനെയുള്ള ഏരിയാസിലൊക്കെ വേദന അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ യൂട്രസ് സ്ട്രെച്ച് ആകുന്നതിന്റെ ഭാഗമായിട്ട് ആ സ്ട്രെച്ചിങ് എഫക്റ്റിന്റെ ഒരു പ്രഷർ താഴേക്കുള്ള ബോഡിയിലോട്ടും ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഇത് കൂടി വരുന്നതിന്റെ ഭാഗമായിട്ട് ചില ആളുകൾക്ക് കുറച്ചധികം നേരം ഇരിക്കുമ്പോൾ അവിടെ ആ ഒരു പോർഷനിൽ വേദന അനുഭവപ്പെടാറുണ്ട്. അത് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതും അതിനൊരു റീസൺ ആണ് കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം ടയേർഡ് ആയിട്ടിരുന്ന് ജോലി എടുക്കാതെ കുറച്ച് നേരം ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് കിടന്നിട്ടോ അല്ലെങ്കിൽ നടന്നിട്ടോ ജോലികൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പല ആളുകളും ഇത്തരത്തിലുള്ള വേദനകൾ വരുമ്പോഴേക്കും അതൊക്കെ സഹിച്ചിരിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ബോഡി ഒരുപാട് സ്ട്രെയിൻ ചെയ്യിച്ചുകൊണ്ട് പണിയെടുപ്പിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ വേദനയൊക്കെ കൂടുതലായിട്ട് കണ്ടു കഴിഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് ശരീരത്തിൽ ഒരുപാട് വാട്ടർ റിക്വയർമെന്റ്സ് നമുക്ക് ആവശ്യമുണ്ട്. ഗർഭസ്ഥ ശിശുവിന്റെയും അമ്മയുടെയും പിന്നീട് അങ്ങോട്ടേക്കുള്ള വികാസത്തിനും വളർച്ചയ്ക്കും ഒക്കെ നമുക്ക് വേണ്ടതാണ് വെള്ളം. അതുകൊണ്ട് നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെള്ളത്തിന്റെ അളവ് ശരീരത്തിൽ കുറയുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് പെയിനും ഇറിറ്റേഷനും ഒക്കെ കൂടാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് മറ്റൊരു ലക്ഷണം. അഞ്ചാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് യൂറിനിൽ സംഭവിക്കുന്ന കളർ ചേഞ്ച് ആണ്. ഒരുപാട് ആളുകൾ നമുക്ക് യൂറിനിൽ കളർ ചേഞ്ച് ഉണ്ടാവുന്നുണ്ടെന്ന് കമന്റ്സിൽ പറയാറുണ്ട്. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഓൾറെഡി നമ്മളുടെ യൂറിനിൽ HCG ഹോർമോണിന്റെ കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് ആ ഒരു മോർണിംഗ് യൂറിൻ ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും. ഓൾറെഡി നമ്മുടെ മോർണിംഗ് യൂറിൻ ബ്രൈറ്റ് ആണ്. പക്ഷെ പിന്നീട് അങ്ങോട്ടേക്കുള്ള സമയത്തും പല ആളുകൾക്കും യൂറിനിൽ ആ ഒരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. യെല്ലോ എന്ന് പറയുമ്പോഴേക്കും അത് കുറച്ചും കൂടി ഒന്ന് ഡാർക്ക് ആയിട്ടുള്ള യെല്ലോയിലായിരിക്കും കാണുന്നത്. പക്ഷെ നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കുന്നുണ്ടാകും. അതുപോലെ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് യൂറിനേറ്റ് ചെയ്യുന്നില്ലെങ്കിലും അത്യാവശ്യം ഒരു ടൈം ഗ്യാപ്പ് എടുത്തിട്ട് നമുക്ക് യൂറിനേറ്റ് ചെയ്യാനായിട്ട് തോന്നുമ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടാകും. പക്ഷെ എന്നിരുന്നാൽ കൂടി തന്നെയും എത്രത്തോളം വെള്ളം കുടിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ ആ ഒരു യൂറിന്റെ ആ ഒരു കളർ ഒരു ലൈറ്റ് യെല്ലോയിൽ നിന്നും കുറച്ചൊന്ന് ഡാർക്ക് ആയിട്ട് ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
എന്നാൽ ഈ യൂറിനിൽ ഒരുപാട് സ്മെല്ല് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് ഒരുപാട് പേർക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള 5 പ്രഗ്നൻസി ലക്ഷണങ്ങൾ. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എക്സ്പെക്റ്റഡ് ഡേറ്റിൽ മിസ്സായി കഴിഞ്ഞ് ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. അത് നിങ്ങൾ ചെയ്ത് നോക്കേണ്ടത് രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ടാണ്. അതിലായിരിക്കും HCG ഹോർമോണിന്റെ അളവ് ഏറ്റവും കൂടുതൽ ഉള്ളത്. നമ്മൾ നേരത്തെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യൂറിനിൽ HCGയുടെ വാല്യൂ നമ്മുടെ കാർഡിന് ഡിറ്റക്ട് ചെയ്യാൻ പാകത്തിനുള്ള ലെവലിൽ എത്തിയിട്ടുണ്ടാവില്ല. അതിനേക്കാളും മുമ്പ് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് റിസൾട്ടോ ചിലപ്പോൾ ഫെയിന്റ് ലൈനോ അതായത് വളരെ മങ്ങിയ ലൈനോ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം ടൈം നിങ്ങൾ എടുത്തിട്ടാണെങ്കിലും പ്രോപ്പറായിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് ആണ്, സ്റ്റിൽ നിങ്ങൾക്ക് സിംറ്റംസ് ഉണ്ട് അല്ലെങ്കിൽ പീരിയഡ്സ് ആയിട്ടില്ല എന്നാണെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓൾറെഡി നമ്മൾ തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാത്ത സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾ അവിടെ കമന്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക. എന്താണ് നമ്മൾ തമ്മിൽ സംസാരിച്ചതെന്നും ബ്രീഫായിട്ട് എഴുതാനായിട്ട് നിങ്ങൾ മറക്കരുത് കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത് എന്നത് കേട്ടോ. സൈക്കിൾ ലെങ്ത് ഇപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ മാസം നിങ്ങൾക്ക് 1-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ ഈ മാസം ഒരു 6-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ 1-ാം തീയതി മുതൽ 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് പറയുക. അതാണ് കേട്ടോ നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. ബ്ലീഡിംഗ് തുടങ്ങിയ ദിവസത്തിനെയാണ് നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കേണ്ടത്. ചില ആളുകൾക്ക് ബ്ലീഡിംഗ് വരുന്നതിന് മുൻപ് ചെറുതായിട്ട് സ്പോട്ടിംഗ് ഉണ്ടാവാറുണ്ട്, ഡിസ്ചാർജ് ഉണ്ടാവാറുണ്ട്. അതൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ബ്ലീഡിംഗ് തുടങ്ങിയ ദിവസം മുതൽ മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.